അങ്ങനെ നമ്മുടെ സ്റ്റാൻലി ബാലചന്ദ്രനെ വിളിച്ചിട്ട് റൂം നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എത്താൻ പറയുന്നുണ്ട്. എന്തായാലും ബാലചന്ദ്രൻ പറഞ്ഞു ഞാൻ എത്രയും പെട്ടെന്ന് എത്തിക്കോളാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ ഗോവർദ്ധനെയും വിളിച്ചിട്ട് വരാൻ പറയുന്നുണ്ട്. എന്തായാലും രണ്ടാളും കൂടി നമ്മുടെ സ്റ്റാൻലിയെ കാണാൻ പോകുന്നുണ്ട്. നമ്മുടെ ഗോവർദ്ധനാണെങ്കിൽ താഴെ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ബാലചന്ദ്രൻ റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ബാലചന്ദ്രനോട് സ്റ്റാൻലി പറയുന്നുണ്ട് എൻ്റെ മകളുടെ കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു, എല്ലാം എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് എൻ്റെ മകളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ കൊണ്ടുപോവില്ലേ, ആദ്യം അത് പറയൂ, നിങ്ങൾക്ക് നിങ്ങളെ മകളായി സ്വീകരിക്കാൻ പറ്റുമോ പറ്റില്ലേ, എന്നിട്ട് മതിയല്ലോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ സ്റ്റാൻലി പറയുന്നുണ്ട് ഞാൻ കൊണ്ടുപോയിട്ട് അവളെ പൊന്നുപോലെ നോക്കാമെന്ന് തന്നെ തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ അവളെ പകുതി വഴിയിൽ ഉപേക്ഷിക്കാമെന്ന് വിചാരിക്കേണ്ട, കാരണം എനിക്ക് ഒരു നിവൃത്തിയില്ല, അവൾ പടി ഇറങ്ങിയാൽ മാത്രമേ നമ്മുടെ വൈജ അങ്ങോട്ട് ആ വീട്ടിലേക്ക് കയറി വരുള്ളൂ, അല്ലെങ്കിൽ അവളെ ഒരിക്കലും വരില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവളെ അലീനയും നിങ്ങളെ കൂടെ പറഞ്ഞയക്കണം, അല്ലാതെ എനിക്ക് അവളെ ഒട്ടും പറഞ്ഞയക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ സ്റ്റാൻലി പറയുന്നുണ്ട് ആയിക്കോട്ടെ ഞാൻ കൊണ്ടുപോയിക്കോളാം, എനിക്ക് എൻ്റെ മകളെ ഒരു നോക്ക് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ അലീനയുടെ അടുത്തേക്ക് കൊണ്ടുകൊണ്ട് നമ്മുടെ സ്റ്റാൻലിയെ ബാലചന്ദ്രൻ അവിടെ പോയിട്ട് നമ്മൾ അലീനോട് ചായയൊക്കെ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അലീന ചായ കൊണ്ട് വരുമ്പോൾ നമ്മുടെ സ്റ്റാൻലിക്കാണെങ്കിൽ ശരിക്കും വൈജ പണ്ടത്തെ 23 വർഷത്തെ മുന്നത്തെ വൈജയുടെ ചായയൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും വൈജ തന്നെ മുന്നിൽ വരുന്ന പോലെയാണ് നമ്മുടെ സ്റ്റാൻലിക്ക് തോന്നുന്നത്. അവർ രണ്ടാളും കഴിഞ്ഞിരുന്ന നിമിഷമൊക്കെ നമ്മുടെ സ്റ്റാൻലി ഒരു മിനിറ്റ് ആലോചിക്കുന്നുണ്ട്. എന്തായാലും ചായ കൊണ്ടുവരുന്നുണ്ട്. അലീനെ കണ്ടപ്പോൾ തന്നെ തോന്നുന്നുണ്ട് അവർക്ക് രണ്ടാൾക്ക് ജനിച്ച കുട്ടി എന്തായാലും സുന്ദരി ആവും തന്നെയാണ് അവൻ പറഞ്ഞിരുന്നത്, അതുപോലെ സുന്ദരി തന്നെയാണെന്ന് അവൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. എന്തായാലും അവൻ കൊണ്ടുപോകും എന്നെ തീരുമാനിച്ചു. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.